കേന്ദ്ര സഹായം കൂടി വേണ്ട ഇത്ര വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, മോഡൽ ടൗൺഷിപ്പുകൾ തയ്യാറാക്കുമ്പോൾ അല്ല, അത് തന്നേ മതിയാകൂ. പക്ഷേ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടായിട്ടാണ് കേരളം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടും ആ യോഗത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞതാണ്, നിങ്ങൾ അടിയന്തിരമായി നഷ്ടം എത്ര വന്നു എന്ന് കാണിക്കുന്നൊരു മെമ്മോറാണ്ടം തരൂ. ആഗസ്റ്റ് 17 കൊടുത്തു. ആ മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കിലെ കളി നടത്തി ഇവിടെ തന്നെയുള്ള തുകയിൽ പകുതി എടുക്കാനുള്ള 153 കോടി രൂപ അനുവദിച്ചതല്ലാതെ ആ മെമ്മോറാണ്ടം അതിനെക്കുറിച്ച് ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഇല്ല. എന്നാൽ റീകൺസ്ട്രക്ഷനെങ്കിലും 2221 കോടി രൂപ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുകയെങ്കിലും കേന്ദ്രം കേരളത്തിന് നൽകിയേ മതിയാകൂ. അത് കേരളത്തിൻ്റെ അവകാശമാണ്. കേരളം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെന്തിനാണ് നാണമില്ലാതെ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ചോദിക്കേണ്ടത് കേരളത്തിൻ്റെ അവകാശമാണ്, ചോദിക്കുന്നതും കേരളത്തിൻ്റെ അവകാശമാണ്. ആ അവകാശം ചോദിക്കാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനാകില്ല. അപ്പം അതുകൊണ്ട് നിർബന്ധമായും ആ പണം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിലൂടെ കേരളം ആവശ്യപ്പെട്ട 2221 കോടി രൂപയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എത്രയാണോ തരാൻ പറ്റുന്നത് അത് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.